Yes, welcome back to RKNX. So, 5 വർഷ ക്രിസ്മസ് എക്സാം ചോദ്യ പേപ്പറുകളിലെ മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ആദ്യത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 സ്പീഷീസ് തന്നിട്ട് 18 ഇലക്ട്രോണും 16 പ്രോട്ടോണും 16 ന്യൂട്രോണും ഉള്ള സ്പീഷീസ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം. സോ സൾഫറിന്റെ അറ്റോമിക് നമ്പർ ആണ് 16. സോ സൾഫറിൽ 16 പ്രോട്ടോണുകൾ ഉണ്ട്. ഇനി ഇത് ന്യൂട്രൽ അല്ല, ഇതിന് ചാർജ് ഉണ്ട്, S2- ആണ്. സോ സൾഫറിന്റെ കയ്യിൽ 16 പ്രോട്ടോൺ ഉണ്ട്, അപ്പൊ 16 ഇലക്ട്രോണും ഉണ്ട്. പ്ലസ് 2 ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്, അതാണ് 2-. ഇൻ ടോട്ടൽ 18 ഇലക്ട്രോണുകളാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following has highest value of electron negativity? 4 എണ്ണത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളത് ഫ്ലൂറിൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്ലൂറിൻ. The hybridization state of carbon in ethene C2H4 ആണ്. C2H4 എത്തീൻ മോളിക്യൂളിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. C2H4 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പൊ sp2 ഹൈബ്രിഡൈസേഷൻ. ഡബിൾ ബോണ്ട് എവിടെ കാണുന്നു? കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. അസേർഷൻ ഇതാണ്: ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് ആയിട്ട് മാറുകയാണ്, അപ്പോൾ എൻട്രോപ്പി കുറയും, എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അസേർഷൻ അപ്പൊ കറക്റ്റ് ആണോ? ലിക്വിഡ് സോളിഡ് ആയി മാറുന്ന സമയത്ത് ഡിസോർഡർ കുറയല്ല, ലിക്വിഡ് സോളിഡ് ആയി മാറുക. വെള്ളം ഐസായി മാറുന്ന സമയത്ത് ordered state അല്ലെ ലെസ് ഓർഡേർഡ് സ്റ്റേറ്റ് നിന്നും മോർ ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് വരാണ് ഡിസോർഡർ എന്ത് ചെയ്യുക, അപ്പൊ എൻട്രോപ്പി കുറയുകയാണ്. സോ അസേർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ ഇതാണ്: ക്രിസ്റ്റൽസിലെ മോളിക്യൂൾസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വെൽ ഓർഡേർഡ് മാനറിലാണ്. അത് എന്താണ്? യെസ്, അപ്പൊ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അത് മാത്രമല്ല, റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. Both assertion and reason are correct, and reason is the real explanation of assertion. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. What will be the conjugate base of the Bronsted acid HF ആണ്? HF-ന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. HF-ൽ H+ പോയാൽ ബാക്കിയുള്ളതാണ് F ആണ്. അതിനും കൂടി മൈനസ് ചാർജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? H ഒഴിവാക്കുക, ബാക്കിയുള്ള മൈനസ് ചാർജ് ഇങ്ങോട്ട് കൊടുക്കുക, അപ്പൊ കോൺജുഗേറ്റ് ബേസ് കിട്ടി F-. F- ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. മക്കളെ, 2024 കഴിഞ്ഞു. ഇനി 2023 1 മാർക്ക് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ? ആരാണ് പ്രോട്ടോണെ കണ്ടുപിടിച്ചത്? ആരാണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്? ഗോൾഡ്സ്റ്റീൻ ആണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. ഗോൾഡ്സ്റ്റീനിലെ ആനോഡ് വാസ് ഡിസ്കവേർഡ് ബൈ ഗോൾഡ്സ്റ്റീൻ. യെസ്, അറ്റോമിക് നമ്പർ 1, 2, 3 ആയിട്ടുള്ള എലമെന്റിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ അണ്ണെന്നാണെന്ന് നിങ്ങൾക്കറിയാം, 2 ബൈ ആണ്, 3 ട്രൈ ആണ്, ആൻഡ് എൻഡിൽ ഒരു IUM ചേർക്കണം. പക്ഷെ ഓൾറെഡി I ഉള്ളത് കൊണ്ട് UM ചേർക്കുക. ഇതാണ് ഇതിന്റെ IUPAC. യെസ്, അടുത്ത ചോദ്യം. The structure of sp3 hybridization. sp3 ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കും, തെർമോഡൈനാമിക്സിൽ നിന്നാണ്. തെർമോസ് ഫ്ലാസ്കിൽ നമ്മൾ ഹോട്ട് കോഫി സൂക്ഷിച്ചിരിക്കുകയാണ്, അത് എന്ത് ടൈപ്പ് സിസ്റ്റം ആണ്? ഐസൊലേറ്റഡ് സിസ്റ്റം ആണല്ലേ. ഐസൊലേറ്റഡ്, ഈ എനർജി പോവുകയില്ല, വാങ്ങുകയില്ല. യെസ്, ഐസൊലേറ്റഡ് സിസ്റ്റം. അടുത്ത ചോദ്യം ഇതാണ്: ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ H2O2. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ പഠിച്ചത് സാധാരണ ഓക്സിജൻ സ്റ്റേറ്റ് -2 ആണ് പഠിച്ചതെങ്കിൽ പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ആണ്. 1 ആണ്. അതേപോലെ സൂപ്പർ ഓക്സൈഡുകളിൽ അത് -1/2 ചോദിക്കും. സാധാരണ ഓക്സിജൻ ചോദിക്കില്ല, പെറോക്സൈഡിലും സൂപ്പർ ഓക്സൈഡിലും സാധാരണ ചോദിക്കാറുണ്ട്. മറക്കാതെ പഠിച്ചേക്കണം അല്ലെ. -1 ആണ് ആൻസർ. സോ 2023 കഴിഞ്ഞു. ഇനി 22-ൽ ചോദിച്ച 1 മാർക്ക് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, the molecular formula of C6H12O6. its empirical formula. ഗ്ലൂക്കോസിന്റെ molecular formula എന്നതിന്റെ empirical formula കാണാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറയും. C6H12O6 ആണ് മക്കളെ. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 6/6, ഇവിടെ 12/6, ഇവിടെ 6/6. അപ്പൊ C1H2O1 കിട്ടും. ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല. നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ Br3580. അറ്റോമിക് നമ്പർ 35 മാസ് നമ്പർ 80 ഉള്ള ബ്രോമിനിലെ ന്യൂട്രോണിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ, അതായത് ഇതാണ് മാസ് നമ്പർ, ഇതാണ് അറ്റോമിക് നമ്പർ, 80-ൽ നിന്ന് 35 കുറച്ചാൽ കിട്ടുന്ന 45 ആണ് ഇതിന്റെ എന്ത് ന്യൂട്രോണുകളുടെ എണ്ണം. അടുത്ത ചോദ്യം.
The group 16 elements are known as 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് കോമൺലി നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്. ആ പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചാൽക്കോജൻസ് ആണ്. ഗ്രൂപ്പ് 17 നമ്മൾ വിളിക്കുന്ന പേര് ഹാലോജനുകൾ എന്നാണ്. ഗ്രൂപ്പ് 16 ചാൽക്കോജൻസ് ആണ്. Write the hybridization of carbon in ethane molecule. Ethane, methane, propane, alkyl കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്. യെസ്, കാർബണിന്റെ ചുറ്റും എല്ലാം സിംഗിൾ ബോണ്ടുകളാണ്. അപ്പൊ എന്താണ് സിംഗിൾ ബോണ്ടുകളാണ് കാർബണിന് ചുറ്റുമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ് മക്കളെ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ആണ് മക്കളെ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ആണ് മക്കളെ. രണ്ട് ഡബിൾ ബോണ്ട് വന്നാലും sp ആണ്. റെഡിയാണ്. തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ നോട്ട് ശ്രദ്ധിക്കണം. അതായത് പാത്ത് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പാത്ത് ഫംഗ്ഷന് രണ്ട് എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് അവർ പഠിക്കുക. ഒന്ന് വർക്കും ഒന്ന് ഹീറ്റും. അടുത്തത് 2019 ചോദ്യങ്ങളാണ്. 2019 ക്രിസ്മസ് എക്സാമിന്റെ ആദ്യത്തെ ചോദ്യം. ഫോർ ആൻ ആസിഡ് സൊല്യൂഷൻ, ആസിഡ് സൊല്യൂഷന്റെ pH എന്തായിരിക്കും എന്നുള്ളതാണ്. ന്യൂട്രൽ ആണെങ്കിൽ pH 7 ആണ്. ആസിഡ് ആണെങ്കിൽ എന്തായിരിക്കും? ലെസ് ദാൻ 7 ആണ്. ലെസ് ദാൻ 7 എന്ന് പറയുമ്പോൾ ആദ്യത്തെ തന്നെ. മറ്റേത് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓക്കേ, ബേസ് ആണ്. അടുത്ത ചോദ്യം. The number of radial nodes for 3p orbital is radial node. 3p orbital radial nodes ആണ്. 3p എന്ന് പറയുമ്പോൾ n-l-1 ആണ് റേഡിയൽ നോഡ്സിന്റെ ഇക്വേഷൻ. ഇവിടെ n വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് p യുടെ l വാല്യൂ 1 ആണ്. 0 ആണ് s ന്റെ, 1 ആണ് p യുടേത്. സോ l വാല്യൂ 1 ആണ്. 3 - 1 2, 2 - 1 1 ആണ് 3p യുടെ റേഡിയൽ നോഡ്. n-l-1. യെസ്, അടുത്ത ചോദ്യം. Which of the following is cannot which of the following cannot act as both Bronsted acid as well as base? Bronsted acid ആയിട്ടും Bronsted base ആയിട്ടും ആക്ട് ചെയ്യാത്തത് H+ ലൂസ് ചെയ്യും H+ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റാത്തത് ആര് എന്നുള്ളതാണ്. ആരായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അല്ലേ? ആൻസർ ഇസ് ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം ഇതാണ്. ഓർത്തോ നൈട്രോഫീനോളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ട്. ഓർത്തോയിലെയും പാരയിലെയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തോയിൽ ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിൽ പാരയിൽ ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുമെങ്കിൽ ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ബോയിലിംഗ് പോയിന്റ് കൂട്ടും മക്കളെ. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. റൈറ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് CuO. CuO യുടെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ Cu എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുമ്പോൾ ഇതിലെ മെറ്റലിനെ ഐഡന്റിഫൈ ചെയ്യുക. Cu ആണ് നമ്മളുടെ മെറ്റൽ. അപ്പൊ Cu എഴുതുക. ഇനി എഴുതേണ്ടത് Cuന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിജന്റെ -2 ആണെങ്കിൽ Cu എന്തായിരിക്കും? +2 ആണ്. അത് റോമൻ ന്യൂമറലിൽ എഴുതുക. ആൻഡ് ബാക്കിയുള്ള O പുറത്തേക്ക് എഴുതുക. ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. 2018 ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2018 ആദ്യത്തെ ചോദ്യം. Write any one molecule which octet rule is violated. Octet rule violate ചെയ്യുന്ന 8 ഇലക്ട്രോൺസ് എന്നുള്ള octet rule violate ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? നമുക്ക് ഏത് എഴുതാം? PCl5 എഴുതാം, SF6 എഴുതാം, IF7 എഴുതാം, BF3 എഴുതാം. ഏത് വേണമെങ്കിലും എഴുതാം. അടുത്ത ചോദ്യം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അയണും HCl-ഉം കമ്പൈൻ ചെയ്ത് FeCl2ഉം H2ഉം ഉണ്ടാകുന്നു. ഇത് എന്ത് തരത്തിലുള്ള റിയാക്ഷൻ ആണ് മക്കളെ? ആദ്യത്തെ കോമ്പൗണ്ടിൽ നോക്കുക. HCl-ലെ H-നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ആര് വരികയാണ്? Fe വരികയാണ്. അപ്പൊ ഒരാളെ ഡിസ്പ്ലേസ് തട്ടി മാറ്റിയിട്ട് വേറൊരാൾ വരുന്ന റിയാക്ഷൻ ആണ്. ഒരാളെ തട്ടി മാറ്റിയിട്ട് വേറൊരാൾ വരുന്ന റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. നെയിം ദ പ്രോഡക്ട്സ് X and Y in the following reaction. സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്ന നമുക്ക് അറിയല്ലേ? അപ്പൊ സോഡിയം സിങ്കേറ്റും അതേപോലെ H2 ഗ്യാസുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സോഡിയം സിങ്കേറ്റും H2 ഗ്യാസും. അടുത്ത ചോദ്യം. 1 mole of sodium chloride is equal to എത്രയാ? 1 mole sodium chloride എത്ര ഫോർമുല യൂണിറ്റ്സ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്നാണ്? 1 ആണ്. അപ്പൊ 1 into അവോഗാഡ്രോ നമ്പർ ആണ്. അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23 ആണ്. അപ്പൊ ആൻസർ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് ഈസ് അടുത്ത ചോദ്യം. Which of the following group of elements are having the highest ionization enthalpy? Periodic table highest ionization enthalpy ഉള്ള ഗ്രൂപ്പ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടിയത് ആർക്കായിരിക്കും? ഗ്രൂപ്പ് 18 എലമെന്റ്സിനാണ്. അവര് റിയാക്ഷനിൽ നോബിൾ ഗ്യാസസ് ആണ്. അവർക്ക് തന്നെയാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The hybridization of boron atom in BF3 is. BF3 യുടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ. ബോറോണിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 2 ബോണ്ട് ആണെങ്കിൽ sp ആണ്, 3 ആണെങ്കിൽ sp2 അല്ലേ? അപ്പൊ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. Which is the strongest reducing agent among alkali metals? ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? ആൻസർ എന്താണ്? ലിഥിയം ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വന്ന 1 മാർക്ക് ചോദ്യം. ഓക്കെ.